ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണുവാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല. ഇവരുടെയൊക്കെ ആഗ്രഹമാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണമെന്ന്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. തൻ്റെ പിതൃമാതാവിൻ്റെയും പിതാവിൻ്റെയും ഇവർ കൊന്ന ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റില്ല. ഈ ഗവൺമെൻറ് അടിയന്തരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയെന്ത് തറയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാരണം BJPയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് പിണറായി സർക്കാർ. MG രേണുകയായിരുന്നു അന്ന് ഈ സ്പെഷ്യൽ ഡിബേറ്റിന്റെ അവതാരിക. രേണു, നമുക്കറിയാം പലപ്പോഴും ചർച്ചയ്ക്കിടയിൽ പ്രകോപനപരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകും, അപ്പോൾ വെല്ലുവിളിക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ ചർച്ചയ്ക്കിടയിലൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതീവ ഗുരുതരമായ ഒരു പരാമർശമാണ് പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തിരുത്താൻ തയ്യാറാണോ എന്ന് രേണുക പലതവണ ചോദിക്കുന്നത് കേട്ടിരുന്നു. പക്ഷെ അപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നിയമ നടപടിയിലേക്ക് അടക്കം കോൺഗ്രസ് പോവുകയാണ്. തീർച്ചയായും നമ്മൾ ഈ ചർച്ച ലഡാക്കിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ ജൻസി കലാപവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നിൽ നിന്നത് സോനം വാങ്ചുക്കാണ് എന്ന പരാമർശത്തിലേക്ക് പ്രിന്റു മഹാദേവ് എത്തുന്നു. അതിനുശേഷം ഈ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന വാർത്തകൾ, സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള വലിയ പരാമർശങ്ങൾ പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി ഇതിന് നേതൃത്വം നൽകുന്നു, മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വരുത്തുകയും അതിനുശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ ഇത്തരം നീക്കങ്ങൾ നടത്തിയാൽ അതിൽ വെടിയുണ്ട കയറും എന്ന വലിയ വിവാദമാകുന്ന പരാമർശം പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ നിമിഷം തന്നെ റോണി കെ ബേബി ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ വൈകാരികമായ പ്രതികരണം റോണി കെ ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞാൻ ആവർത്തിച്ച് ഇതൊരു ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തുന്ന പരാമർശമാണ് ഇത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ എന്ന സാഹചര്യം പ്രിന്റു മഹാദേവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും പിന്മാറാൻ പ്രിന്റു മഹാദേവ് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് പോലും ഞാൻ ചോദിക്കുമ്പോൾ ആ വിവാദ പരാമർശം പിൻവലിക്കാനോ മാപ്പ് പറയാനോ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അതിനെ നിയമപരമായി തന്നെ നേരിടാൻ ശ്രമിക്കുന്നത്. നേരത്തെ VD സതീശൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ ഒരു വധഭീഷണി എന്ന നിലയിൽ തന്നെ കാണാവുന്ന ഒരു പരാമർശമാണ്. പക്ഷേ അതിലൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് BJPയുമായുള്ള ബന്ധം കൊണ്ടാണ് അത്തരം മൗനം പാലിക്കുന്നത് എന്ന തരത്തിൽ ഉള്ളൊരു തോന്നലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിയമ നടപടികൾക്ക് തയ്യാറാകുന്നത്. ആ ചർച്ചയിൽ തന്നെ അതിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയതാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 2 രക്തസാക്ഷികൾ തന്നെ ഉള്ളതാണ്. രാഹുലിന് പോലും പലപ്പോഴും ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഒരു മോശം സംഭവം ലഡാക്കിൽ സംഭവിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണ് എന്ന തരത്തിൽ ചാനൽ ചർച്ചയിൽ പ്രിന്റു മഹാദേവ് സമീപനം സ്വീകരിക്കുകയും അങ്ങനെ അതുവരെയും ഓക്കെയാണ് രേണുക. പലപ്പോഴും നമുക്കിപ്പോ അതിന്റെ ഉത്തരവാദി രാഹുലാണ്, രാഹുലിന്റെ പരാമർശങ്ങളാണ് എന്ന് വരെ വേണമെങ്കിൽ ആരോപിച്ചു നിർത്താം. പക്ഷേ അങ്ങനെ നിന്നാൽ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതാണ്. പറയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. ഒപ്പം രേണുക പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വാചകത്തിൽ ശ്രദ്ധ വേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ഉറപ്പിച്ചു പറയാം. ശ്രദ്ധയുണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ പ്രകോപനപരമായ ഒരു പരാമർശം പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് അപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിനിധിയും ഞാനും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആവർത്തിച്ച് നമ്മൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മൾ ആ ചർച്ചയിൽ കണ്ടത്. നമുക്കറിയാം ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഈ കലാപവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം കോൺഗ്രസിനെതിരെയോ രാഹുൽ ഗാന്ധിക്കെതിരെയോ ഇല്ല. അതെന്താണ് അതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നത് കേന്ദ്രം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നത് നമ്മൾ കാണണം. മാത്രവുമല്ല, ഞാൻ ഈ ചർച്ചയിൽ രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ എന്തെങ്കിലും
താങ്കളുടെ പാർട്ടിയുടെ കയ്യിലുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെളിവുമില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അതിന് പിന്നാലെ തന്നെ വണ്ണം ഇത്തരം നീക്കം നടത്തുന്നവരുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആവർത്തിച്ച് അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്ന ആർക്കെതിരെയും ഇത് തന്നെയായിരിക്കും. നമുക്കറിയാം, എന്ത് ചെയ്താലും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ കൂടിയാണ് അത് കടന്നു പോകേണ്ടത്. അങ്ങനെ ശക്തമായ നിയമ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നവരെ കർശനമായി നേരിടും, അല്ലെങ്കിൽ ആയുധം കൊണ്ട് നേരിടും എന്ന ഒരു പരാമർശം പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിലെ തെറ്റ് ആവർത്തിച്ച് കോൺഗ്രസ് പ്രതിനിധിയും ഞാനും ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് മാത്രമല്ല